നിന്റെ സൈക്കിൾ എവിടെ? ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഞാൻ സ്കൂളിലേക്കാണല്ലോ, എന്റെ കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. എന്തൊരു ശല്യമാ. തിരിച്ചു വരുന്നു കള്ളി. വരട്ടടാ വരട്ടെ, നമുക്ക് പിടിക്കാം. മറ്റവനെത്തി. എന്നാ ഇപ്പൊ കണ്ടോ? ഇറങ്ങാൻ കാറുള്ളപ്പോ നീ എന്തിനാ ഇത് കേറുന്നത്? ഇത് കേറിയാലേ വീഴും. ബാ എന്റെ മോള് കേറ. ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് ആടി റോക്കുളോ. ഇതിലും ഭേദം ഒരു കുഴി വെട്ടി ഞങ്ങളെ മൂടിയാ മതിയായിരുന്നു. ശരിക്കും അവിടെ എന്താ ഉണ്ടായത്? നീ പറ. എന്റെ ഡാഡിക്ക് ഇത്രയും വൃത്തികെട്ട ഒരു അനുജനോ? നീ ഇമോഷണൽ ആകാതെ കാര്യം പറ. അയാള് 24 മണിക്കൂറും മദ്യക്കുപ്പിയുമായിട്ട് ഒറ്റ ഇരിപ്പാ. കൂട്ടിനായമ്മയും ഫോൺ എടുത്ത് രാജ്യത്തുള്ള പെണ്ണുങ്ങളെല്ലാം വിളിയാ. ഈ മാസത്തെ ബില്ല് വരുമ്പം കണ്ടോ? നീ എന്താ ഈ പറയുന്നേ? സത്യമായി ഡാഡി, കുടിച്ചു ബോധമില്ലാതെ മമ്മിയുടെ ബെഡിലെ ആയമ്മയുടെ കിടപ്പ്. വിളിക്കാൻ ചെന്ന എന്റെ കവിളത്ത് ഒറ്റ അടി. നിന്നെ അടിച്ചോ? എന്നിട്ട് ഞങ്ങള് നോക്കാൻ ഇവിടെ ആരുമില്ല. നോക്കാൻ വന്ന ആള് കുടിച്ചു പൂസായി പിള്ളേർക്ക് പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുക. മറിയ രാത്രി കിടന്ന് പേടിച്ച് പിച്ചും പേയും പറയുവാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ. നീ എന്തിനാ അവളെ ഒറ്റയ്ക്ക് എടുത്തുന്നേ? ഇല്ല മമ്മി, അവരിപ്പോ എന്റെ കൂടെ കിടക്കുന്നേ. അയാളോട് പോവാൻ പറ മമ്മി, ഇവിടെ ആരും വേണ്ട. എന്റെ മോള് വിഷമിക്കാതെ. അവനുണ്ടോ അവിടെ? കുട്ടിച്ചോ, നീ ഒന്നും പറയണ്ട. പിള്ളേരുള്ള വീട്ടിലാവടാ കള്ളുകൂടിയും പോകരുതൊക്കെ. കുട്ടിച്ച, ഞാൻ പറയുന്നത് കേക്ക്. കേക്കണ്ട. നിന്നെ കുടുംബത്തിൽ കേറ്റാൻ കൊള്ളത്തില്ലെന്ന് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. കുട്ടിച്ച, എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ മുതലെടുക്കുകയാണ്. കുട്ടിച്ച, കാര്യം അറിയാതെ. എനിക്കൊന്നും കേക്കണ്ട. നീ അവിടുന്ന് പൊക്കോ. നീ അവിടെ ഇല്ലാന്ന് വിചാരിച്ച് എന്റെ വീട്ടിൽ ബോംബൊന്നും വീഴാൻ പോകുന്നില്ല. എറി പോടാ അവിടുന്ന്. കേട്ടില്ലേ അനിയന്റെ വിശേഷങ്ങള്? മനസ്സിലടാ, നിന്റെ വീട് എന്റെ വീടാ. നിന്റെ മക്കള് എന്റെ കൂടെ ചോര. നീ എന്നെ ഒന്ന് കുത്തി, സാരമില്ല. I'm sorry. Oh, it's all right, sir. Shut up! What do you mean by it's all right? It's my house. അതെന്റെ വീടാ. എന്റെ അപ്പൻ എനിക്ക് തന്ന വീടാ. അവന്റെ അവിടുത്തെ താമസം എന്റെ ഔദാര്യ. I'm sorry. I love him so much. It's Hey, it's all right. Elephant available? what? I am hungry, man. I'm angry too. Is it a job? Yeah. Don't repeat it. I am hungry. Come. You are my best friend. Please take your seat. Hey.
What nonsense? തനിക്ക് കണ്ണൂടെ? I'm sorry. What sorry? I'm sorry, sir. Please, sir. Hello. Hello. എന്താ ഇത്? ഉത്തര പേപ്പർ മീശ വരയ്ക്കുന്നു. ഏതെടുക്കാൻ എടുക്കത് എടുക്കാൻ നടക്ക് നടക്കാൻ. May I come in, sister? Yes, come in. Please sit down. Yeah. I say sit down. Thank you. You are Mr. Charlie Chaco. Asha James's uncle. Yeah. നാക്കെടുത്താൽ തട്ടുത്തിരും തിമിരും തകർപ്പും അല്ലാതെ മര്യാദ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം ഇവൾക്കറിയില്ല. ആരെന്ത് ചോദിച്ചാലും ഒരുതരം മസിൽ പിടുത്തമാ. ചില ക്ലാസ്സിൽ ഈ കുട്ടി കാണില്ല, ക്ലാസ്സിലല്ല സ്കൂളിലെ കാണില്ല. ചോദിച്ചാൽ വാഗൊണ്ട് ഗോഷ്ടി കാണിക്കും. അന്വേഷിച്ചാൽ കേൾക്കാം ബോട്ട് ഹൗസിൽ കണ്ടു, മുന്തിരിത്തോപ്പിൽ കണ്ടു, ഗോൾഫ് ക്ലബിൽ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ. ഇന്നലെ ഒരേ ക്ലാസ്സിൽ 1ാം റാങ്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഡോക്ടർ കുമാറിന്റെ മകൾ വിമല. ഇവളുടെ കൂടെ എന്ന് കൂടിയോ അന്ന് മുതൽ അവളും മോശമായി തുടങ്ങി. ഇപ്പൊ ക്ലാസ്സിലെ 35ാം റാങ്കാ. ദേ നിൽക്കുന്നു 36ാമത്തെ റാങ്കുകാരി. എന്തൊരൈക്യം! അതിന് കാരണം എന്താണെന്നറിയോ? പഠിക്കുകയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുകയില്ല. പഠിക്കാതെ മാർക്ക് മേടിക്കാനുള്ള എളുപ്പ വഴിയാണ് കോപ്പിയടി, അതും ചെരിപ്പേൻ. മിസ്റ്റർ, കോപ്പി അടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഉത്തരക്കടലാസിൽ ആണുങ്ങളുടെ മീശ വരച്ചു വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ഒരു കുട്ടിയുടെ മൊറാലിറ്റിയാണ് കാണുന്നത്. ക്യാരക്ടർ, തേർഡ് റേറ്റ് ക്യാരക്ടർ. ഈ ചീഞ്ഞ ആപ്പിൾ എന്റെ കൂടയിൽ വേണ്ട. അത് നാറും, മറ്റുള്ളതിനെ നശിപ്പിക്കും. യു ക്യാൻ ടേക്ക് ഹർ. Sister, please, sister. Please. No. You get out. Out. Get out. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഡ്വൈസ് വേണമായിരുന്നു. ഇവിടെ നിന്ന് അവൾ വരേണ്ടത് വീട്ടിലേക്കാണ്. അവിടെ നിഷ്കളങ്കരായ 2 മാലാഹ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവിടെയും പറ്റത്തില്ല, എടുത്ത് പള്ളയെ കളയണം. അവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോകും? അത് ഞങ്ങളുടെ പ്രശ്നമല്ല. സോറി, അത് നിങ്ങളുടെ കൂടെ പ്രശ്നമാണ്. നിങ്ങൾക്കതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും അവകാശമില്ല. അക്ഷരമാലയും എഞ്ചുവടിയും മാത്രം പഠിപ്പിക്കലല്ല സിസ്റ്റർ വിദ്യാഭ്യാസം. അച്ചടക്കമുള്ള സൽസ്വഭാവികളായ കുട്ടികളെ മാത്രം പ്രോത്സാഹിപ്പിക്കലല്ല സിസ്റ്റർ വിദ്യാഭ്യാസം. ഇരുട്ടിൽ നിൽക്കുകയോ ഇരുട്ടിലേക്ക് പോവുകയോ ചെയ്യുന്ന കുട്ടികളെ വെളിച്ചത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. തമസോമ ജ്യോതിർഗമയ. ഒരു പരീക്ഷണത്തിനിറങ്ങി 2000 കുട്ടികളുടെ ഭാവി വെള്ളത്തിലാക്കാൻ സാധ്യമല്ല. ഈ തീരുമാനത്തിലൂടെ നിങ്ങൾ അവളെ കൂരിരുട്ടിലേക്ക് വലിച്ചെറിയരുത്. അവളോട് കരുണ കാണിക്കണം. അവളെ തിരിച്ചു കൊണ്ടുവരണം. പ്ലീസ് സിസ്റ്റർ. സോറി, തീരുമാനത്തിന് മാറ്റമില്ല. ഇവിടെ വ്യക്തിയല്ല പ്രശ്നം, സ്ഥാപനമാണ്.
നിങ്ങൾ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം പേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ വീട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. ഞാനല്ല. മത്തായി സുവിശേഷം അധ്യായം 15 3 മുതൽ 7 വരെ വാക്യങ്ങൾ. Hi, my sweet lady. Yes, Mr. Bun. Come on. No class for you? Eh? Come on. Bum, 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 oh, my stomach. നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതായിരിക്കുന്നു. അയാൾ പറഞ്ഞേച്ചു പോയ ആ വചനമുണ്ടല്ലോ, ഇന്ന് രാവിലത്തെ കുർബാനയിൽ വായിച്ചതാ. സിസ്റ്ററെ, എന്താ? നമ്മളിപ്പോ എന്താ വേണ്ടേ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്.